പ്രസാദേട്ടനെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചു. ഏട്ടൻ്റെ കൂടെ അല്ലാതെ ഈ ജന്മം എനിക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയില്ല എന്നുറപ്പായതുകൊണ്ടാണ് അച്ഛനെ അമ്മയെ എല്ലാവരെയും ഉപേക്ഷിച്ച് ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നത്. പക്ഷെ ഏട്ടൻ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. ഇങ്ങനെയൊരു പ്രസാദേട്ടനെ അല്ല ഞാൻ സ്നേഹിച്ചത്. എനിക്ക് ഈ ജീവിതം മടുത്തു. ഏട്ടൻ ഇന്നലെ പറഞ്ഞില്ലേ, ഏട്ടൻ ഇങ്ങനെ നശിച്ചു പോയത് ഞാൻ കാരണമാണെന്ന്. അത് മാത്രം മതി ഈ ലോകത്ത് നിന്ന് ഞാൻ ഇല്ലാതാകാൻ. ഇനി ഏട്ടൻ്റെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമാകില്ല. എത്ര ദുഃഖം സഹിക്കേണ്ടി വന്നാലും എൻ്റെ ജീവിതം പ്രസാദേട്ടൻ്റെ കൂടെ ആവണമെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. ഒന്ന് മാത്രം പറയാം, എനിക്കെപ്പോഴും പ്രസാദേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അല്ല ഇതെന്നടാ മുത്തപ്പൻ്റെ ഫോട്ടോ കണ്ടില്ലേ? ചേച്ചി മുത്തപ്പൻ്റെ മെയിൻ ആളാ. ആ ചേച്ചി കരയണ്ട, സ്നേഹം കൊണ്ടാ, കരണ്ട. എന്താ ഇപ്പൊ വന്നേ? ചത്തൊന്നറിയാനായിരിക്കും അല്ലേ? എന്താ അങ്ങനെ പറയുന്നത്? ഇതാരാ? ഫ്രണ്ടാ, JP. ചേച്ചി എവിടെയും പോവാൻ നിൽക്കായിരുന്നു. ആ ഇപ്പൊ പോയനെ നിങ്ങൾ വന്നില്ലെങ്കിൽ. എടാ നീ എത്ര നാളെ ഇങ്ങോട്ട് വന്നിട്ട് തിരുന്ന ബാഗൊക്കെ ആയിട്ട് ടൂറിന് പോവാ? കുറച്ച് ദിവസം ചേച്ചിയോടൊപ്പം നിൽക്കാന്ന് വിചാരിച്ചു. ചേച്ചിക്ക് ആരുടെയും കൂട്ടൊന്നും വേണ്ട. നീ എൻ്റെ കൂടെ നിൽക്കാൻ വന്നെന്ന് അച്ഛൻ അറിഞ്ഞാൽ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കൂലേ? അങ്ങനെയൊന്നും അറിയട്ടെ, പിന്നെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കാലോ. ഓ ശരി, രണ്ടുപേരും മുകളിലത്തെ റൂം എടുത്തു, ഞാൻ കാപ്പി എടുക്കാം. ശരി, ഓ മര്യാദയ്ക്ക് 3:30 ഭക്ഷണം കിട്ടും. നിന്റെ അളിയൻ ഭാഗ്യവാനാ, നല്ല ചേച്ചി. നീ അളിയനെ പരിചയപ്പെട്ടില്ലല്ലോ. അളിയനെ പരിചയപ്പെട്ട പറയും ചേച്ചിയാണ് ഭാഗ്യവതി എന്ന്. പക്ക ഡീസൻ്റാ. നമ്മളോട് മുന്നേ വരണേനു. അളിയൻ എപ്പോൾ വരും? എപ്പോൾ വേണേലും വരാം. ഹോസ്റ്റലിലെ കൂറ വരുന്ന മാറിയപ്പോ എന്താ സുഖം. അളിയൻ വരുന്നുണ്ടാ? ഓക്കെ. എടാ തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? എടാ നീ പുളുത്തും. എടാ നീ എപ്പോ വന്നു? നീ പോന്നുള്ളൂ. നീ കൊണ്ടുവന്നാണ് ഈ വണ്ടി? അതെ അതെ, നമ്മളൊന്നാ. ആ ഇത് ഇതാരാ? ഇത് എൻ്റെ ഫ്രണ്ടാ ജിത്തു, JP എന്ന് വിളിക്കും. ആര് വിളിക്കും? ഞാനെന്തായാലും വിളിക്കാൻ പോകുന്നില്ല. ആരും വിളിക്കാൻ പോകുന്നില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പോ എന്തിനാ വന്നേ? ഞാൻ ചത്തോന്ന് അറിയേണ്ടി വന്നാ അതോ ഓള് ചത്തോന്ന് അറിയണല്ല? കോളേജ് കഴിയുന്ന 4 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അളിയൻ്റെ ചേച്ചിൻ്റെ ഒപ്പം നിൽക്കാന്ന് വിചാരിച്ചു. ആ ഓക്കെ ശരി. അപ്പോൾ അളിയൻ്റെ ചേച്ചിയുടെ ഒപ്പം നിൽക്ക് കേട്ടാ. എടിയാ ചൂടോളം ഇങ്ങടുത്തേ. എടാ ഇതാ നീ പറഞ്ഞ നിന്റെ ഡീസൻ്റ് അളിയൻ. എടാ പുള്ളി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. ചേച്ചിക്ക് എന്തോ കുഴപ്പമുണ്ട്. കുറച്ച് ചൂടുവെള്ളം തരുമോ? ആഴ്ച മരിക്കുമ്പോഴാണ് തരുന്ന.
ഓ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടേക്കാണോ തമ്പ്രാട്ടി? വെറുതെ അല്ല ലേറ്റായത്. ചൂടുവെള്ളം ഇല്ലായിരുന്നു. വെള്ളം ചൂടാക്കാൻ സമയം വേണ്ടേ? നിനക്ക് ഇവിടെ എന്തായിരുന്നു പണി? കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചാൽ എന്താ നിനക്ക്? വേണമെങ്കിൽ കുടിച്ചാൽ മതി. അതെ, നിന്റെ അളിയൻ എക്സ്ട്രാ ഡീസൻ്റാ. ആ അന്വേഷണം നടക്കുന്നുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഒരു മിനിറ്റ്. എന്തായി? സർ ആക്ച്വലി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. പിന്നീട് ആ അക്കൗണ്ടിൽ നിന്ന് പുതിയ പോസ്റ്റുകളൊന്നും വന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, അതിന്റെ പിന്നിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന JP എന്നുള്ള പയ്യനല്ല. ആ അക്കൗണ്ട് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഇത്ര പെട്ടെന്ന് നടത്തിയതിന് ഒരുപാട് താങ്ക്സ്. സാറിന്റെ മുൻ സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ, ഇത്രയെങ്കിലും ചെയ്യണ്ടേ? ഓക്കെ, താങ്ക്സ്. കാണാം. ഓക്കെ. ആ JP വെറുതെ സംശയിച്ചു. ഓൻ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. ലേശം പ്രേമത്തിൻ്റെ അസുഖം ഉണ്ടെന്നേ ഉള്ളൂ. ഓൻ അത്രയ്ക്ക് കുഴപ്പക്കാരനൊന്നും അല്ലടോ. അപ്പൊ നമ്മൾ മാത്രല്ല, JPക്ക് വേറെയും ശത്രുക്കളുണ്ടല്ലേ? JPക്ക് ഒരു പണി കൊടുക്കണമെന്ന് മനുവിനോട് ഞാനാ പറഞ്ഞേ. പക്ഷെ ഇത്രയും ഓവറൊക്കെ വിചാരിച്ചില്ല. ഇതൊരുമാതിരി ചീപ്പായി പോയി. ഇതൊന്നും അംഗീകരിക്കാൻ എനിക്ക് കഴിയൂല. നീ വാടി. അടി. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ചെയ്ത് വളരെ മോശമായി. ഓളി പറഞ്ഞാലോ? പെൺകുട്ടി ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഞാൻ അറിഞ്ഞോണ്ടല്ലടാ. ഒന്നും പറയണ്ട. മനു, ആ സ്വപ്ന. ഫേസ്ബുക്കിൽ ചെയ്തു വെച്ച നിന്റെ അറിവോടെയാണോ? അല്ല, അത് ഞാൻ നിന്നെ ലോകത്തൊരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത നീ ചെയ്ത്. എന്നെ പ്രേമിക്കുന്നോടി. നീ ഇത് കണ്ട് ആസ്വദിക്കുന്ന അല്ല, പിന്നെ വല്ലപ്പോഴൊക്കെ ഉള്ളൂ. ഞാൻ പിടിച്ചു മാറ്റി, ഇതിവിടെ കൊണ്ടോ നിൽക്കൂല. നിനക്കെ കാണിച്ചടാ. പോടാ. പൂജ, നീ ആത്മഹത്യ ചെയ്യാൻ നല്ല മുഹൂർത്തം നോക്കിക്കോ. വേണ്ടി വരില്ല ചന്തു. നീ ചാവാ റെഡി ആയിക്കോടി.